ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തി വെച്ചത് ആൻറ്റി ഡയോററ്റിക് ഹോർമോണിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു നിർത്തിയിരിക്കുന്നത് അല്ലേ. നമുക്ക് ആൻറ്റി ഡയോററ്റിക് ഹോർമോണെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് പറയാം ADH അല്ലേ, ADH ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ. ആൻറ്റി ഡയോററ്റിക്കിൻ്റെ ഹോർമോണിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സോഡിയം, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ റീഅബ്സോർപ്ഷൻ. ഓക്കെ, ഓക്കെ, പ്രധാനമായിട്ടും നമ്മുടെ ADHൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂറിലെ സോഡിയവും വാട്ടറിനെയും റീഅബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റി ഡയോററ്റിക് ഹോർമോണിൻ്റെ ഫങ്ഷൻ. ഇങ്ങനെ നമ്മുടെ റീഅബ്സോർബ് ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ BP കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലേ. എവിടെ വെച്ചിട്ടാണ് ADH റീഅബ്സോർബ് ചെയ്യുന്നത്, ഈ സോഡിയം വാട്ടറൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത്? രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ADH നമ്മുടെ സോഡിയം വാട്ടറൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റിലോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ADHൻ്റെ ആക്ഷൻ നടക്കുന്നത് നമ്മുടെ എവിടെ വെച്ചിട്ടാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും അതുപോലെ തന്നെ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിലും വെച്ചിട്ടുമാണ് നമ്മുടെ സോഡിയം വാട്ടറൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ BP കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, BP കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനായി ഓക്കെ, BP കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും? ADH റിലീസ് ചെയ്യുമ്പോൾ മോർ വാട്ടർ ആൻഡ് മോർ സോഡിയം ഈസ് റീഅബ്സോർബ്ഡ്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ BP എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്കിവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്താ പറയുക, ADHൻ്റെ ഡെഫിഷ്യൻസി മൂലവും അതുപോലെ തന്നെ ADHൻ്റെ ഓവർ റിലീസ് മൂലം ഉണ്ടാകുന്ന 2 ഡിസീസുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ADH അല്ലേ, ADH ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ. ഓക്കെ, 2 ഡിസീസ് കണ്ടീഷനായിട്ട് നമുക്കിതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അതിലൊന്നെന്ന് പറയുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. നമ്മൾ ഷോർട്ടാക്കി അതിന് DI എന്ന് പറയും. ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഓക്കെ, മറ്റൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, എന്താണ് ഡയബറ്റിക് ഇൻസിപ്പിഡസും സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയോററ്റിക് ഹോർമോണിൻ്റെ എന്നുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ADHൻ്റെ അളവ് കുറയാം. ഓക്കെ, ADHൻ്റെ റിലീസ് കുറയും. ഓക്കെ, ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ റിലീസ് കുറയുമ്പം എന്ത് ഇഫക്റ്റ് ഉണ്ടാവുക? ഡയൂററ്റിക് ഇഫക്റ്റ് ഉണ്ടാവുക അല്ലേ, നമുക്ക് നമ്മുടെ യൂറിനിൽ നിന്ന് സോഡിയമോ വാട്ടറോ റീഅബ്സോർബ് ചെയ്യാതെ വരും. ഓക്കെ, ADH കുറയുന്ന സമയത്ത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വരുന്നത്? പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂറിനേഷൻ. ഓക്കെ, പിന്നെ ഒന്നുണ്ടാവും പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് തേഴ്സ്റ്റിലെ ഭയങ്കര ദാഹം ഉണ്ടാവും. കാരണം നമ്മുടെ യൂറിൻ്റെ കൂടുതൽ വാട്ടർ എന്ത് ചെയ്യാണ്? യൂറിനേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഡ്രൈ മ്യൂക്കസ് അല്ലേ, കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ ADHൻ്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ഡയോററ്റിക് ഇഫക്റ്റിലോട്ട് പോവുകയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായി പോളിയൂറിയ, പോളിഡിപ്സിയ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ കാണിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഡിക്രീസ്ഡ് യൂറിൻ കോൺസെൻട്രേഷനാണ്. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് യൂറിൻ സ്പെസിഫിക്
യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി. നോർമൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് മക്കളെ? 1.0052 എത്രയാ? 1.030 ആണ് കേട്ടോ നോർമൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 1.0052 1.030 ആണ് നോർമൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, പിന്നെ അതേപോലെ ഡിക്രീസ്ഡ് യൂറിൻ ഓസ്മോളാരിറ്റി. അപ്പോൾ ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൽ എന്താണ്? യൂറിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അതുപോലെ തന്നെ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, യൂറിൻ്റെ ഓസ്മോളാരിറ്റി കുറയും. ഇത് മൂന്നും കുറയും. ഓക്കെ, മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇത് മൂന്നും കൂടും എവിടെ? ബ്ലഡിൽ. അപ്പോൾ ഇൻക്രീസ്ഡ് ബ്ലഡ് കോൺസെൻട്രേഷൻ എങ്ങനെ മനസ്സിലാക്കാം അല്ലേ? നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ കണ്ടൻറ്റ്, ബ്ലഡിലെ വാട്ടറുകളെല്ലാം എന്ത് ചെയ്തു പോയി? യൂറിനേറ്റ് ചെയ്ത് പോയി. അങ്ങനെ യൂറിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്ലഡിലുണ്ടാകുന്ന സെൽസുകളുടെ കോൺസെൻട്രേഷൻ സ്വാഭാവികമായിട്ട് കൂടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻക്രീസ്ഡ് ബ്ലഡ് കോൺസെൻട്രേഷൻ, ഇൻക്രീസ്ഡ് ബ്ലഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഇൻക്രീസ്ഡ് ബ്ലഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ബ്ലഡ് എന്താണ്? ബ്ലഡ് ഓസ്മോളാരിറ്റി. അപ്പോൾ ബ്ലഡിലെ എല്ലാം കൂടുകയും യൂറിനിലെ എല്ലാം കുറയുകയും ചെയ്യും ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൽ. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇവിടെ എന്താ പറയുക, ഹൈപ്പോടെൻഷനിലോട്ട് പോകും. പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനിലോട്ട് പോകും. കാരണം എന്താ? ബ്ലഡിലെ അല്ലെങ്കിൽ ബോഡിയിലെ ബ്ലഡ് വാട്ടറുകളൊക്കെ യൂറിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനിലോട്ട് പോകും. കാരണം എന്താ? ഹൈപ്പോവോളീമിക് ആവും പേഷ്യൻ്റ്. ഹൈപ്പോവോളീമിക് ആവും പേഷ്യൻ്റ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ, ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൽ ഹൈപ്പോവോളീമിയ ഉണ്ടാവും പേഷ്യൻസിന്, അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ബ്ലഡിലെ കോൺസെൻട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡിലെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, സോഡിയം ഇവിടെ കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് സോഡിയം ആയിരിക്കും. ഓക്കെ, ബ്ലഡിലെ വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടെങ്കിലും ബ്ലഡിലെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ സോഡിയം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സോഡിയം കൂടുതലായിരിക്കും. അപ്പം അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഹൈപ്പർനെട്രീമിയ എന്ന് പറയും. കോൺസെൻട്രേറ്റഡ് ഹൈപ്പർനെട്രീമിയ, സോഡിയം കൂടുതലായിരിക്കും ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൽ. അതുകൊണ്ട് അതെന്തുകൊണ്ടാണ്? കോൺസെൻട്രേറ്റഡ് ഹൈപ്പർനെട്രീമിയ. ഹൈപ്പർനെട്രീമിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സോഡിയം അല്ലേ? കോൺസെൻട്രേറ്റഡ് ഹൈപ്പർനെട്രീമിയ സീൻ ഇൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് കാണാറുണ്ട്. ഓക്കെ, നെഫ്രോജനിക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെഫ്രോജനിക് ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് കാണുന്നത് എന്തുകൊണ്ട്, അതിൻ്റെ കോസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, നെഫ്രോജനിക് ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ കോസ് എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. ചിലവർ ജന്മനാ എന്താണ്, അവർ നെഫ്രോജനിക് ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് ഉള്ളവരായിരിക്കും. ഓക്കെ, ജനറ്റിക് ആണ് ഇതിൻ്റെ കോസ്. അത് മാറുന്നുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നെഫ്രോജനിക് ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ കോസ് എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഒന്ന് നമുക്ക് എന്ത് നോക്കിയാൽ മതി? യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ മതി അല്ലേ? യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും? എപ്പോഴും കുറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ, അതുപോലെ തന്നെ യൂറിൻ കോൺസെൻട്രേഷനൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, അതിനൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ്, ആ ടെസ്റ്റ് കോൺസെൻട്രേഷൻ നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് പറയുന്ന പേരാണ് വാട്ടർ ഡിപ്രിവിയേഷൻ ടെസ്റ്റ്. അപ്പോൾ ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഡിപ്രിവിയേഷൻ ടെസ്റ്റ്. ഓക്കെ, എന്താ മാനേജ്മെൻറ്റ് എന്തായിരിക്കും?
ഡയബറ്റിക് ഇൻസിപ്പിഡൻസിലുള്ള മാനേജ്മെൻറ്റ്. ഒരു ഫസ്റ്റ് മാനേജ്മെൻറ്റ് വൈറ്റൽ സയൻസ് ആണ് അല്ലേ. ബി പി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. പേഷ്യൻസിന് എപ്പോഴും ഹൈപ്പോ ടെൻഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ BP മോണിറ്ററിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് വേണം, IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് നോക്കണം. ഓക്കെ, വെയിറ്റ് നോക്കണം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പേഷ്യൻസിന് സോഡിയം ഹൈപ്പർനട്രീമിയാണ്, പേഷ്യൻറ്റിൻ്റെ സോഡിയം കുറക്കണം. ഓക്കെ, പേഷ്യൻറ്റിന് സോഡിയം കുറക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന് മോർ വാട്ടർ കൊടുക്കണം. അതുപോലെ തന്നെ BP മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും നഴ്സസ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ സോഡിയം കുറക്കണം, വാട്ടർ ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ BP മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും സാധാരണ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് വരുന്നത്? ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സുകൾ എന്തായിരിക്കും? റിസ്ക് ഫാക്ടേഴ്സ് അല്ല, ചില ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനൊക്കെ ഇത് സാധാരണ കാണാറുണ്ട്. ഹെഡ് ഇഞ്ചുറി ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. മറ്റൊന്നതാണ് ബ്രെയിൻ ട്യൂമർ. ഓക്കെ, ഇതൊക്കെ ആണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, ഏതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്? സാധാരണ നമ്മൾ ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്? ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ അതായത് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ നമ്മൾ വാസോപ്രസിൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് ഈസ് വാസോപ്രസിൻ. അതുപോലെ തന്നെ വാസോപ്രസിനെ പോലെ തന്നെ നമ്മൾ ഡെസ്മോപ്രസിനും കൊടുക്കാറുണ്ട്. ഡെസ്മോപ്രസിൻ. ഓക്കെ, ഈ വാസോപ്രസിൻ അമ്മയെ കൊടുക്കുമ്പോൾ കുറച്ച് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വാസോപ്രസിൻ ഈസ് ഗിവൺ വിത്ത് വാം വാട്ടർ വിത്ത് വിഗറസ്ലി ഷേക്ക്. ഓക്കെ, വാം വാട്ടറിലാണ് കൊടുക്കാറ്. വിത്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, വിഗറസ്ലി ഷെയ്ക്ക്. അപ്പോൾ വാസോപ്രസിനാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ഡയബറ്റിക് ഇൻസിപ്പിഡൻസ്. അപ്പം വാസോപ്രസിൻ അതുപോലെ തന്നെ ഡെസ്മോപ്രസിനും കൊടുക്കാറുണ്ട്. വാസോപ്രസിൻ ഈസ് ഗിവൺ വിത്ത് വാം വാട്ടർ വിത്ത് വിഗറസ്ലി ഷേക്ക്. മനസ്സിലായല്ലോ? ഇത്രയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോകാം. എന്താണ് SIADH അല്ലേ? SIADH സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ. ഓക്കെ, ഡയബറ്റിക് ഇൻസിപ്പിഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇൻക്രീസ്ഡ് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ ഓവറായിട്ട് റിലീസ് ചെയ്യുന്നു. പേഷ്യൻസിന് അപ്പോൾ യൂറിനേഷൻ ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ഒക്കെ എല്ലാ വാട്ടറും സോഡിയം ഇതൊക്കെ എന്ത് ചെയ്യും തിരിച്ച് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഒലിഗൂറിയ ഉണ്ടാവും. ഒലിഗൂറിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. ചിലപ്പം പേഷ്യൻസിന് അനൂറിയ ഉണ്ടാവും. അല്ലേ? 300 ml കുറവാകുമ്പോഴാണ് നമ്മൾ ഒലിഗൂറിയ എന്ന് പറയുന്നത്. 100 ml per 24 hour ആയിട്ടും കുറവാകുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്? അനൂറിയ എന്ന് പറയുന്നത് അല്ലേ? വാട്ടർ എല്ലാം റീഅബ്സോർബ് ചെയ്തു. പേഷ്യൻസിന് എന്ത് കാണും? എഡീമ കാണും. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. വെയിറ്റ് ഗെയിൻ ഇതൊക്കെയാണ് സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയബറ്റിക് ഹോർമോണിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ എന്തായിരിക്കും യൂറിൻ്റെ കോൺസെൻട്രേഷൻ? യൂറിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ്ഡ് ആയിരിക്കും. യൂറിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസ്ഡ്. ഡയബറ്റിക് ഇൻസിപ്പിഡൻസിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റിയും സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലഡിൻ്റെയോ അല്ലേ? ബ്ലഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? കോൺസെൻട്രേഷൻ ഡിക്രീസ്ഡ് ആയിരിക്കും. കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, ബ്ലഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡിക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ പേഷ്യൻസിന് സോഡിയം കുറവായിരിക്കും. ഡിക്രീസ്ഡ് സോഡിയം. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യൻസിന് ഫ്ലൂയിഡ് ഓവറാണ് അല്ലേ? ഹൈപ്പർ വൊളീമിക് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് എന്തുണ്ടാവും? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും.
ഹൈപ്പർ ടെൻഷൻ. എന്താ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇൻക്രീസ്ഡ് BP അല്ലേ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷറിനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് ഡൈലൂഷൻ ആൻഡ് ഹൈപ്പോനെട്രീമിയാണ്. ഇവിടെ സോഡിയം കുറവാണ്. കാരണം എന്താണ്? ബ്ലഡിലെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ബ്ലഡിലെ കോൺസെൻട്രേഷൻ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡൈലൂഷണൽ ഹൈപ്പോനെട്രീമിയ. ഓക്കെ, ഹൈപ്പോനെട്രീമിയ. ഓക്കെ, ഇവിടെ പേഷ്യൻസിന് സാധാരണ ലെതാർജി കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോ ആക്റ്റീവ് റിഫ്ലക്സുകൾ കാണാറുണ്ട്. ഹൈപ്പോ ആക്റ്റീവ് റിഫ്ലക്സുകൾ കാണാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനും സെയിം ആയിട്ട് നമുക്ക് എന്ത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താൻ പറ്റും? വാട്ടർ ഡിപ്രിവേഷൻ ടെസ്റ്റ് നടത്താൻ പറ്റും. ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഡിപ്രിവിയേഷൻ ടെസ്റ്റ് നടത്താൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ലോഡിങ് ടെസ്റ്റ് എന്നൊക്കെ പറയാറ് കേട്ടോ. മാനേജ്മെൻ്റ് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ സെയിം മാനേജ്മെൻറ്റ് തന്നെയാണ്. വൈറ്റൽ സയൻസ് മോണിറ്ററിങ് പേഷ്യൻസിന് BP കൂടുതലായിരിക്കും, BP മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, അതുപോലെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഡെയിലി വെയിറ്റ് ചെക്കപ്പ് ഒക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെയാണ്. ഓക്കെ, പേഷ്യൻസിന് ഹെഡ് ഇഞ്ചുറി റിസ്ക് ഫാക്ടറുകൾ ഏതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. റിസ്ക് ഫാക്ടർ വരുന്നത് സെയിം തന്നെയാണ്. ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് എങ്ങനെ വരുന്നത് അതുപോലെ തന്നെ SIDHും വരാം. ഓക്കെ, അപ്പോൾ ഹെഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ. ഓക്കെ, ഇതൊക്കെ ഇതിന് വരാവുന്നതാണ്. ഓക്കെ, ഇനി ഡ്രഗ് ഓഫ് ചോയ്സ് ഇതിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, SIADHൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഡെമക്ലോസൈക്ലിൻ ആണ്. ഡെമക്ലോസൈക്ലിൻ. ഓക്കെ, ഇതാണ് SIADHൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് കൂടാതെ നമ്മൾ എന്താ പറയുക, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസുകളൊക്കെ കൊടുക്കാറുണ്ട്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് കൊടുക്കാറുണ്ട്. കാരണം ഇവിടെ ബ്ലഡിൽ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡിലെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ആണ് കൊടുക്കാറ്. ഓക്കെ, ഇനി ഇത് ചില കേസിൽ ഇങ്ങനെ വരാൻ കാരണം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തന്നെ മാൽഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈപ്പോഫൈസെക്ടമി ചെയ്യാറുണ്ട്. ഹൈപ്പോഫൈസെക്ടമി. എന്താ ഹൈപ്പോഫൈസെക്ടമി പറഞ്ഞാൽ? ഒന്നുമില്ല, റിമൂവൽ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് നമ്മൾ ഹൈപ്പോഫൈസെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, റിമൂവൽ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഹൈപ്പോഫൈസെക്ടമി എന്ന് പറയുന്നത് കേട്ടോ. റിമൂവൽ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനാണ് നമ്മൾ ഹൈപ്പോഫൈസെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ രണ്ട് ഡിസീസ് കണ്ടീഷൻ.